ചേട്ടാ ധൃതി പിടിച്ച് ഇങ്ങനെ വീട്ടിലോട്ട് പോണേ. എടാ അവക്കടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. അവക്ക് നിന്നെ കാണണം, നിന്റെ അനുഗ്രഹം മേടിക്കണം. പുറത്ത് ചില്ലറ കടയുടെ കേസാ. എന്നെ കൊണ്ടുവരുന്നെങ്കിൽ വിൽക്കുവാ അല്ലേ? വെറുതെ അല്ലല്ലോ, കിട്ടണതിന്റെ പകുതി അങ്ങ് തന്നിട്ടല്ലേ. വാഴ നനയുമ്പോ കൂടെ ചീരയും കൂടി നനഞ്ഞോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്റെ മെക്കിട്ട് വരണം. ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എന്തൊക്കെയാണെങ്കിലും ഞാൻ വന്നതിന് ശേഷമാണ് ഉത്തമന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കണേ. അത് ശരിയാടാ, നീ വന്നതിന്റെ അന്ന് എന്റെ വാടകക്കാരി മാറിപ്പോയി. അതെന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ മാറ്റം. പിന്നെ എന്റെ ഭാര്യ റീന കൂടെ ജോലി ചെയ്യുന്നതിന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതെന്റെ ജീവിതത്തിൽ വന്ന രണ്ടാമത്തെ മാറ്റം. മൂന്നാമത്തെ മാറ്റം, നിന്നെ ഞാൻ അങ്ങോട്ട് മാറ്റും. മറ്റൊരു മുട്ടാള സ്വാമിയെ സൃഷ്ടിക്കാൻ ഈ ഉത്തമൻ അറിയാം. മനസ്സിലായല്ലോ? ഈ ഉത്തമൻ ആളെങ്ങനെയാ, വിശ്വസിക്കാവോ? എനിക്ക് നേരത്തെ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉത്തമൻ ചേട്ടന്റെ കൂടെ കൂടിയപ്പോഴാ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ഓ, ഈ മുട്ടാളസ്വാമി അത്ര കേമനാ? പിന്നെ മുട്ടാളൻ സ്വാമിയെ ആക്കിയത് തന്നെ ഉത്തമേട്ടനാ. ഓ, അങ്ങനെയാ. സ്വാമി, ഇതെന്റെ കൂട്ടുകാരി ദീപിക. ഉത്തമേട്ടാ വാ പോവാം. പോവാനോ? ഇവളുടെ പ്രശ്നങ്ങൾ കേൾക്കണ്ടേ? പ്രശ്നം കേട്ടാലേ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. ഒരു മിനിറ്റ് കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാവും. എന്നെ കെട്ടാന്ന് പറഞ്ഞ് എന്റെ സ്വർണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് കള്ളസമേഷം കിട്ടി നടക്കുവല്ലേ? അത് കാര്യാക്കണ്ട, ഇത് സ്ഥിരം പതിവുള്ളതാ. സമയം കിട്ടുമ്പോ ആശ്രമത്തിലേക്ക് പോരെ, ബാക്കി അവിടെ വെച്ച് സംസാരിക്കാം. ഉദ്ദേശിച്ച കാര്യം നടന്നാ മതിയായിരുന്നു. നടക്കും അല്ല, ഇത് നടത്തും. ഇത് എവിടെയാ നടന്നത്? അല്ല കുഴിച്ചിടുന്നത്? ഉത്തമേട്ടനെ വിളിച്ചു നോക്കാം. ശരി, നമുക്ക് ഉത്തമേട്ടനെ വിളിക്കാം. ആ ഫോണിങ്ങാന്ന്. ഹലോ ഉത്തമേട്ടാ. ഹലോ, എത്തിയോ? ഉത്തമേട്ടാ, ഞങ്ങൾ സ്ഥലത്തെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? എടാ, പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ? സ്റ്റീഫൻ ഉണ്ട് കൂടെ. അതല്ലടാ, വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോന്ന്. വേറെ ആരുമില്ല. എന്നാ പിന്നെ പണി അങ്ങ് തുടങ്ങിക്കോ. 4 മൂലം മാന്തി ഇട്ടോ. ഇവനെ വിട്ടെന്നെങ്കിൽ പിക്കാസും തൂപ എടുക്കട്ടെ. നിന്റെ ഒന്ന് ശവം കുഴിച്ചിടാനല്ല, നീ ആ സ്റ്റീഫിന് കൊടുത്തതാ. ഉത്തമേട്ടാ, എടാ ഒന്ന് മാന്തിയിട്ട് ഇട്ടാ മതിയെന്ന്. സുഭാഷിനെയോ? ഇവൻ അതിലും വലിയവൻ. എടാ 4 മൂലം ഒന്ന് ചെറുതായിട്ട് മാന്തിയിട്ട് അവിടെ കുഴിച്ചിടാൻ. മനസ്സിലായി. ചെറുതായിട്ടാ മാന്താവുള്ളു കേട്ടാ. എന്നാ പണി തുടങ്ങിക്കോ, മാന്തിക്കോ. വക്കീലേ, ഉത്തമൻ. എന്താ ഉത്തമ? അല്ല, സ്ഥലം ഏതാണ്ട് കച്ചവടം എന്നൊക്കെ കേട്ടല്ലോ. ഏതാണ്ടായി, അടുത്ത ദിവസം ആധാരം നടക്കും. പക്ഷെ സ്ഥലത്തിന് എന്തോ ദോഷമുണ്ടെന്നാണല്ലോ പാർട്ടി പറഞ്ഞേ. ദോഷോ? അങ്ങനെ ദോഷമൊന്നുമില്ല. ആരെങ്കിലും വല്ല കൂടോത്രം ചെയ്ത് കാണുന്നേ. അതൊക്കെ കച്ചവടം മുടക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ പറഞ്ഞു വരുത്തുന്നാരും. അല്ല, എന്തെങ്കിലും ഇല്ലാതെ അവരങ്ങനെ പറയില്ലല്ലോ. ചുറ്റും ശത്രുക്കളാ ഉത്തമ. ആരെങ്കിലും കൂടോത്രം ചെയ്ത് കാണും. എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാ വിശ്വസിച്ചോ, ഞാൻ മുട്ടാളം ബാവയും കൂട്ടി അങ്ങോട്ട് വരാം. കൈയോടെ കൂടോത്രം പൊക്കി കാണിച്ചും തരാം. എന്നാ പെട്ടെന്ന് വാ. പെട്ടെന്ന് വരാൻ പറയാം. ഭാവന ഞാൻ പോക്കലിട്ടുകൊണ്ട് നടക്കൊന്നുമല്ല, കുറച്ച് സമയം എടുക്കും. പിന്നെ കൂടോത്രം പൊക്കി തന്നാ പൈസക്ക് ചെലവുണ്ട്, അത് മറക്കരുത്. കൂടോത്രം കാട്ടി തന്നാൽ കാശ് എത്ര വേണേലും ഞാൻ തരാം. ഉറപ്പാണല്ലോ? എന്നാ വക്കീല് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഞാനും ബാവ അവിടെ എത്തി. ശരി. സമയം ഒത്തിരി ആയല്ലോ. ഈ സാമാരെ കാണുന്നുമില്ല. ഇങ്ങ് വരട്ടെ. കൂടോത്രം എടുത്ത് തന്നില്ല, ഇന്ന് 2 പേരെ ഞാൻ പോലീസ് പിടിപ്പിക്കും. കുഞ്ചപ്പാടത്തെ കണ്ണേറ് കൊല്ലം പോലെ ഇങ്ങനെ നിൽക്കാൻ വക്കീലേ, വാ, ഞങ്ങൾ കൂടോത്രം എടുത്തു തരാം. പഞ്ചപുച്ഛം അടക്കമുള്ള ഈ നിപ്പ് കാണുമ്പോ ഞങ്ങളോട് പുച്ഛമാണെന്നറിയാം, പക്ഷെ ഞങ്ങള് ഉള്ളതേ പറയൂ. ഇതെന്തിനാ ഈ പ്ലേറ്റ്? ഓരുന്ന വഴി വല്ല അന്നദാനം ഉണ്ടായിരുന്നോ? അന്നം കഴിക്കാനുള്ള പ്ലേറ്റ് അല്ലത്, കൂടോത്രം കണ്ടുപിടിക്കാനുള്ള പ്ലേറ്റാ. പോയി ഒരു പുഷ്പം എടുത്തിട്ട് വരൂ. ഫസ്റ്റ് പനിക്കുമ്പോ പറഞ്ഞ ചാവുമ്പോ കൊണ്ടുവന്ന വക്കീലിന്റെ അടുത്താണോ ബാബ ഇതൊക്കെ പറയുന്നത്? പുഷ്പമൊക്കെ ഞാൻ എടുത്തു തരാം. ബാ വക്കീലെ, സംഗതി ഞങ്ങൾ കൈയോടെ പൊക്കി തരാം. വാ. മൂലത്തിലാണ് കുടിയിട്ടിരിക്കുന്നത്. 4 മൂലയ്ക്കുമാണ് കുഴിച്ചിട്ടിരിക്കുന്നത് കൂടോത്രം. മാന്തണം. എന്താ? എന്റെ പുറം എടോ, 4 മൂലയിൽ നിന്ന് സാധനം മാന്തി പുറത്തെടുക്കണമെന്ന്. അകത്തേക്ക് വരാവോ? വരണുണ്ട്, മാന്താൻ പറ്റി ഏറ്റവും നല്ല ആള് വരുന്നുണ്ട്. വാ, ഒരു ചെറിയ പണിയുണ്ട്. എന്നാ പിടിച്ചോ, വാ. ഇവിടെ മാന്തിക്ക്, മാന്ത്.
കണ്ടോ കണ്ടോ ഉണ്ടോ സാധനം കണ്ടോ? കണ്ടോ? ഇപ്പോൾ വിശ്വാസമായോ? വിശ്വാസമായി. എന്റെ പൊന്നു വയ്ക്കല് ദോഷമുള്ള സ്ഥലമൊന്നും വച്ചുകൊണ്ടിരിക്കരുത്. കീടനാശിനി അങ്ങ് കൊടുത്തുകളാന്നേ. ആ ദോഷമുള്ള സ്ഥലം വച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് വലിയ ദോഷമായിട്ട് മാറും. എല്ലാം ഉത്തമ സ്വാമി പറയുന്ന പോലെ. അതാ നല്ലത്. ഉമ്മാര് ഫോൺ കൊടുക്കണല്ലോ. ഛേ, ഹലോ ഹലോ, എടാ സുഭാഷേ, എടാ കാര്യങ്ങളൊക്കെ ഓക്കെയാ. സ്റ്റീഫൻ എന്ത് ചെയ്യേ? അടുത്ത നടത്തണ്ടേ? വക്കീൽ സമ്മതിച്ചോ? വക്കീല് സമ്മതിച്ചോന്നോ? എടാ ഞങ്ങളുടെ കൂടോത്ര എത്തി, വക്കീൽ ഓക്കെ അടിച്ചേക്കാം. പിന്നെ നിങ്ങൾ സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയി ഞങ്ങൾ അഡ്വാൻസ് കൊടുക്കും. അഡ്വാൻസ് എപ്പോ വെള്ളം കൊടുക്കുക? ഇപ്പൊ കൊടുക്കുക. ഉത്തമേട്ട ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾക്ക് ആവശ്യം പണമാ, അത് മറക്കണ്ട. അപ്പേ ഇനി എന്താ പരിപാടി? നമുക്ക് നേരെ മാട്രിമോണിയിലേക്ക് പോകാം. ഈ വയസ്സാം കാലത്താ? എന്റെ രജീഷെ, തേക്കിൻ തടിയുടെ കാതലിൽ ചെതലായിരിക്കൂടാ. എടുക്കടാ വണ്ടി പത്ര ഓഫീസിലേക്ക്. ശരി ശരി. ഇതാണ് പെണ്ണിന്റെ വീട്. പെണ്ണിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും കൂടി ഞാൻ പറയാം. 30 വയസ്സിൽ താഴെ പ്രായം പാടുള്ളൂ. ചുണ്ട് നല്ല കദളിപ്പഴം പോലെ ഇരിക്കണം. നല്ല വെളുത്ത് സ്ലിം ആയിട്ട് തുടുപ്പിരിക്കണം. പിന്നെ മുടി പനങ്കൊല പോലെ കിടക്കണം. പിന്നെ അന്നനടയായിരിക്കണം. മനസ്സിലായോ? എന്നാ ശരി, നമുക്ക് പോണേന്നാ 10-60 വയസ്സായില്ലേടൂ, എന്നിട്ടാ അന്നകട. ഉത്തമസ്വാമിയുടെ സങ്കല്പം പറഞ്ഞെന്നുള്ളൂ. പുള്ളിക്ക് ഇത് പോരാന്നുണ്ടെങ്കിൽ ഈ കേസ് ഞാൻ ഏറ്റെടുത്തതാ. അയ്യോ, അങ്ങനെ പറയില്ലേ. തലയ്ക്ക് മൂത്ത ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ അയാളുടെ കാര്യം കൂടെ പരിഗണിക്കണം. അതാരത്? ഞാനാണേ. എനിക്കും വേണ്ടേ ഒരു തുണ. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം പരിഗണിക്കുക. ഈ ഉത്തമന്റെ കാര്യം ഒന്ന് കഴിഞ്ഞോട്ടെ. അതാദ്യം കഴിയട്ടെ. എനിക്ക് വേണ്ട കേട്ടോ. വേണ്ടെങ്കിൽ വേണ്ട, ഇയാളൊന്നും വേണ്ടായിരുന്നു. കണവണാന്ന് പറയണ്ടോ? എന്നാപ്പാ, ഇതാണ് പെണ്ണിന്റെ അമ്മാവൻ. എന്ത് ചെയ്യുന്നു? എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ ഒരു പണിയില്ല. വിളിക്കാൻ പറ. എന്നാ പിന്നെ പെണ്ണിനെ വിളിക്കാം അല്ലേ? എന്നാ പെണ്ണിനെ വിളിച്ചോ. മോളെ കേട്ടോ, പണി പാടി. എന്താടാ നോക്ക്. ആരെയാണോ